ഹലോ ഗായ്സ്. അപ്പം ഇന്ന് മൊത്തം എമ്പുരാന്റെ ടീസറിനെ പറ്റിയാണ് സംസാരം അല്ലേ. എന്ത് ഫീൽ ചെയ്തോ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് ആ എമ്പുരാന്റെ ടീസർ അതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാൻ ഒരാളെ ഉണ്ടാകും. സ്റ്റീഫൻ. തുടക്കമൊക്കെ പൊളിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഷോട്ട്, ആ കാറിന്റെ ഷോട്ടും ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. He leads the most powerful mercenary hit group in Asia. ലോകത്ത് എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. Sir, we have the entire Kabuka cartel under control. എടുത്തേക്കുന്ന ഷോട്ട്സ് ഒക്കെ നല്ല കിടിലൻ ഷോട്ട്സ്. അത് ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഡയലോഗ്സ് ഒക്കെ ലൂസിഫറിന്റെ ട്രെയിലറിൽ കാണിച്ച ഡയലോഗ്സ് ഒക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ ഷോർട്സ് ഒക്കെ നല്ല കിടുവായിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പം കൂടുതൽ പടത്തിനെ പറ്റി പുറത്തു വിടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ അതുപോലെ തന്നെ ബിൽഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയായിരിക്കും ഷോർട്സുകളുണ്ട്. ഡയലോഗ്സും ഒക്കെ നമ്മൾ ലൂസിഫറിന്റെ ട്രെയിലറിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. തിന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണിത്. Koresh Abram Nexus in one place. This is our chance. Shall we move in? സോ ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back. വേറെ ലെവൽ ഷോട്ടാണ്, ഇന്റർനാഷണൽ ലെവൽ സീൻസ് ഒക്കെ വേറെ ലെവലാണ്. തൂക്കിയടി എന്നല്ലാതെ ഒന്നും പറയാനില്ല ഇതിനെപ്പറ്റി. ലൂസിഫറിനകത്ത് ട്രെയിലറിൽ കണ്ട അതേ സാധനം ക്രിസ്ത്യാനികൾക്ക് ഇവനിടയിൽ ഒരു പേരാണ് ലൂസിഫർ. ആ സാധനം തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. പക്ഷെ കാണിക്കുന്ന ഷോർട്സ് ഒക്കെ വേറെ ലെവൽ ഷോർട്സ് ആണ്. അബ്രാം, ഖുറേഷി അബ്രാം. I hear gunshots. We're moving in. അബ്രാം. This deal is with the devil. അതാണ് ഇതിന്റെ ഹുക്കിംഗ് പോയിന്റ്, ഡീൽ വിത്ത് ദ ഡെവിൾ. ബാക്കിയൊക്കെ ഏകദേശം പഴയ പടത്തിലുള്ള അതേ ഡയലോഗ്സ് ആണ്. പക്ഷെ നമുക്കറിയാലോ ടീസറാണ്. ടീസർ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ വിടത്തുള്ളൂ. ട്രെയിലർ വന്നിട്ടില്ല. ട്രെയിലർ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു അടാറായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല കിടുവായിട്ട് തന്നെ ഷോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ചിലപ്പം കാണുന്നവരൊക്കെ പറയാം ഇതിനകത്ത് പുതിയതായിട്ട് ഡയലോഗ്സും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് പുറത്തു വിട്ടിട്ടില്ല. മോനെ വരാനിരിക്കുന്നതേ ഉള്ളു മോനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ടീസർ കണ്ടിട്ട്. ടൈറ്റിലൊക്കെ സെറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എമ്പുരാൻ്റെ ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കിടു. एक इशारा भाईजान, बस एक इंतजार रहेगा. खुदा हाफिज. വന്നില്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും അവസാന ഷോട്ടിൽ പൃഥ്വിരാജിനെ കാണിക്കുന്നുണ്ട്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് മുരളി ഗോപി. അപ്പം ഈ സാധനം ഡയലോഗ്, സ്ക്രീൻ പ്ലേ, എസ്പെഷ്യലി ഡയലോഗ് ഒന്നും തന്നെ ഇതിനകത്ത് പുറത്ത് വിട്ടിട്ടില്ല. കുറേ ഷോർട്സ്, നല്ല അടിപൊളി ഷോർട്സ് ആണ് വിട്ടിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ആളുകൾക്ക് പതുക്കെ ബിൽഡ് ചെയ്ത് വരിക. കഴിഞ്ഞ ട്രെയിലറിനകത്ത് വന്ന പോലെ പതുക്കെ 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 ബിൽഡ് ചെയ്ത് അവസാനം ഒരു വേറെ ലെവൽ എക്സ്പെക്ടേഷൻ ക്രിയേറ്റ് ചെയ്ത്, അതുപോലെ ടീസർ വിട്ട് ചെറുതായിട്ടൊന്ന് എക്സ്പെക്ടേഷൻ എടുത്ത് വെക്കുകയാണ്. ബാക്കി വലിയ വലിയ സംഭവങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇത് കാണുമ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. പലർക്കും പല അഭിപ്രായമായിരിക്കും. ചിലർ പറയും പുതിയതായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ, പഴയ തന്നെ വീണ്ടും ഒന്ന് ചെറുതായിട്ട് മാറ്റി വിട്ടതാണെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ സ്പെഷ്യലി ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ട സാധനം ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഷോർട്സുകളൊക്കെയാണ്. ഇന്റർനാഷണൽ ലെവൽ സാധനമാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മോഹൻലാലിന്റെ തിരിച്ചറിവ് എന്നൊക്കെ പറയുന്നത്
പക്ഷേ മോഹൻലാൽ എന്നും പോയിട്ടില്ല, അത് മനസ്സിലാക്കണം. മോഹൻലാൽ എന്നും രാജാവ് തന്നെയാണ്. അതിൽ വേറെ ചോദ്യമൊന്നുമില്ല. അപ്പം പടം വേറെ ലെവൽ എക്സ്പെക്ടേഷൻ ആണ്. ഓൾ ഓവർ സൗത്ത് ഇന്ത്യ ആ ഒരു ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻ ഉണ്ട്. ആദ്യത്തെ ലൂസിഫറിന്റെ ആ ഒരു ഹൈപ്പ് വെച്ചിട്ട് അതിന്റെ അടുത്ത ലെവലിലോട്ടായിരിക്കും എക്സ്പെക്ടേഷൻ. പ്രതീക്ഷ ഒരിക്കലും തെറ്റിപ്പോയിട്ടില്ല പൃഥ്വിരാജിന്റെ കാര്യത്തിൽ. അപ്പം ഇതും നല്ലൊരു എക്സ്പെക്ടേഷൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടീസർ വഴി. ഈ ഒരു പടക്കത്തിന് തിരി കൊളുത്തിട്ടതേ ഉള്ളൂ. ഈ മാലപ്പടക്കം ഗുണ്ടൊക്കെ പതുക്കെ ഇങ്ങനെ വരാൻ നിൽക്കുന്നതേ ഉള്ളൂ. എസ്പെഷ്യലി ഷോർട്സ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. 2-3 ഷോർട്സും മോഹൻലാൽ സ്റ്റൈലായിട്ട് നടന്നു വരുന്ന കാണുമ്പോൾ സാഗർ സ്റ്റാക്കിനും സ്റ്റീഫൻ നെടുമ്പള്ളിയും കൂടെ മിക്സായി വരുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ഓഫ് സ്റ്റീഫൻ നെടുമ്പള്ളി. വേറെ ലെവൽ സ്വാഗ് സ്റ്റൈലൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് ടീസർ കണ്ട് എന്താണ് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ചെയ്യുമോ അതോ ടീസർ നിങ്ങളെ നിരാശപ്പെടുത്തിയോ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ